പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വചനാടിസ്ഥാനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. തുടർന്നുള്ള ഇന്നത്തെ എപ്പിസോഡിൽ ദർശനങ്ങളും സ്വപ്നങ്ങളും വചനാടിസ്ഥാനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു കത്രദാസൻ എൻ്റെ തലമേൽ കൈവച്ച് പറഞ്ഞു, ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും നടക്കുവാൻ പോകുന്ന സംഭവങ്ങളെ നിന്നോട് അറിയിക്കും. നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ അത് നടന്ന് കാണും, നീ അതവരോട് പറയണം. നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ അത് നടന്ന് കാണുമ്പോൾ വാസ്തവമായി ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് എന്നവർ അറിയും എന്ന ദൂത് കേട്ടപ്പോൾ കർത്താവ് അറിയിച്ചാലും ഞാൻ പറഞ്ഞുകൊള്ളാം എന്ന് അന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. തുടർന്ന് ചില സ്വപ്നങ്ങളും ദർശനങ്ങളും ദൈവം എന്നെ കാണിച്ചു. അതിനു മുമ്പായി ദൈവവചനത്തിൽ സ്വപ്നത്തെക്കുറിച്ചും ദർശനത്തെക്കുറിച്ചും എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിപ്പാനായിട്ട് യോവേൽ പ്രവചനം 2-ാം അധ്യായം 28-ാം വാക്യം വായിക്കുന്നു. ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ വൃദ്ധന്മാർ ദർശനങ്ങളെ ദർശിക്കും. ഇത് പുതിയ നിയമത്തിൽ പെന്തക്കോസ്ത് നാൾ കൂടിയിരുന്നവരുടെ മേൽ ആത്മാവ് വന്നിട്ട് ഇതിൻ്റെ നിവൃത്തി സംഭവിച്ചതായും നമുക്ക് വചനത്തിൽ നിന്ന് കാണുവാൻ കഴിയും. തുടർന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 33-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ വായിക്കുന്നു. 1-2 വട്ടം ദൈവം അരുളി ചെയ്യുന്നു, മനുഷ്യൻ അത് കൂട്ടാക്കുന്നില്ലതാനും. ഗാഠനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു, അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു. ദൈവം മനുഷ്യരോട് സ്വപ്നങ്ങളിൽ കൂടെയും ദർശനങ്ങളിൽ കൂടെയും ഇടപെടാറുണ്ട്. എന്നാൽ അത് അവർ തിരിച്ചറിയുന്നില്ല. സ്വപ്നവും ദർശനവും ദൈവികമാണെന്ന് തിരിച്ചറിയാത്തത് അറിവില്ലായ്മ കൊണ്ടാണ്. യാക്കോബ് ദർശനങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദർശനങ്ങളും വെളിപ്പാടുകളും പ്രാപിച്ച അനേക ഭക്തന്മാരെക്കുറിച്ച് കാണുവാൻ കഴിയും. അവിടെ യാക്കോബ് കണ്ട ദർശനത്തെക്കുറിച്ച് പറയുന്നു. സ്വർഗത്തോളം എത്തിയിരിക്കുന്ന കോവണിയിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ടു. നിന്റെ പിതാവായ അബ്രാഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ നിനക്കും നിന്റെ സന്തതിക്കും തരും എന്ന് അരുളി ചെയ്തതായി അവിടെ പറയുന്നു. ഭാവിയിൽ യാക്കോബിനെ ദൈവം എപ്രകാരം അനുഗ്രഹിക്കുവാനിരിക്കുന്നു എന്നുള്ള ദൂതാണ് സ്വപ്നത്തിൽ കൂടെ യാക്കോബിന് പ്രകാശിപ്പിച്ചു കൊടുത്തത്. യോസഫ് ബാലനായിരുന്നപ്പോൾ കണ്ട സ്വപ്നപ്രകാരം യോസെഫിനെ മിസ്രൈം ദേശത്തിന് മേലധികാരിയാക്കി ദൈവം ഉയർത്തിയത് കാണുന്നു. വയലിൽ കറ്റ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ യോസെഫിൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. സഹോദരന്മാരുടെ കറ്റകൾ ചുറ്റും നിന്ന് യോസെഫിൻ്റെ കറ്റയെ നമസ്കരിച്ചു. സ്വപ്നം നിമിത്തം സഹോദരന്മാർ അവനെ ദ്വേഷിച്ചു, ഇസ്മായിലിയർക്ക് വിറ്റു. എങ്കിലും ഫറവോൻ്റെ കൊട്ടാരത്തിൽ യോസെഫിനെ എത്തിച്ചതും മിസ്രൈം ദേശത്തിനൊക്കെയും മേലാധികാരിയാക്കിയതും എല്ലാം സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ പദ്ധതിക്കായി ദൈവത്താൽ സംഭവിച്ചു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. സ്വപ്നത്തിൽ കണ്ടതുപോലെ മിസ്രൈമിൽ ധാന്യം കൈക്കൊള്ളുവാൻ വന്ന സഹോദരന്മാർ അവനെ സാഷ്ടാംഗം നമസ്കരിച്ചതും ഒക്കെ സ്വപ്നത്തിൻ്റെ നിവൃത്തിയായിരുന്നു. 7 വർഷം വരാൻ പോകുന്ന ക്ഷാമത്തെക്കുറിച്ച് ഫറവോൻ സ്വപ്നം കണ്ടത് നിമിത്തം വിളവുള്ള നല്ല സംവത്സരങ്ങളിലെ വിളവൊക്കെയും ശേഖരിച്ചു വെച്ച് ക്ഷാമകാലത്ത് അത് പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞു എന്നും നാം വചനത്തിൽ കാണുന്നു. ദൈവം തൻ്റെ ജനത്തിൻ്റെ നന്മയ്ക്കായിട്ട് സ്വപ്നങ്ങളിൽ കൂടിയും ദർശനങ്ങളിൽ കൂടിയും ഇന്നും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. എന്നെ അറിയിച്ച ഒരു സ്വപ്നം ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്നു. കൂട്ടുകാരുടെ ഇടയിൽ നടക്കുവാൻ പോകുന്ന സംഭവങ്ങളെ ഞാൻ നിന്നോട് അറിയിക്കുമെന്ന് ദൈവാത്മാവ് അറിയിച്ചത് ഞാൻ ഏറ്റെടുത്തിരുന്നല്ലോ. ആ ദൂത് കേട്ട് കഴിഞ്ഞ് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ കണ്ട സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ ഞാൻ കണ്ടത്, ഞങ്ങൾ അറിയുന്ന ഒരു ആൻറ്റിക്ക് കാർ ആക്സിഡൻ്റ് ഉണ്ടായി മരണം സംഭവിക്കുമെന്ന നിലയിൽ കാണുന്നതായിട്ടാണ് കണ്ടത്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ അത് വെറും സ്വപ്നമാണല്ലോ എന്ന് ഞാനതങ്ങ് തള്ളാൻ ശ്രമിച്ചപ്പോൾ ഉള്ളിൽ നിന്ന് ആരോ എന്നെ നിർബന്ധിക്കുന്നു, അതവരോട് പറ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ നിർബന്ധം വന്നപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്ററിനോട് ചോദിച്ചു, ഈ കണ്ട സ്വപ്നം അവരെ അറിയിക്കേണ്ടതാണോ? അപ്പം സിസ്റ്ററിലോ പറഞ്ഞു, അതെ, അവരെ അറിയിക്കുകയും വേണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അങ്ങനെ ഞാൻ ആ ആൻറ്റിയെ ഫോണിൽ വിളിച്ചു. ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അവർ എന്നോട് ദേഷ്യപ്പെടുമായിരിക്കും. എന്നാൽ ആ ആൻറ്റി പറഞ്ഞത്,
എൻ്റെ ദൈവം എന്നെ അറിയിച്ചിട്ടാണല്ലോ മോളെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നോ എന്നാണ് ചോദിച്ചത്. അവരൊരു കാത്തലിക് സഹോദരി ആയിരുന്നെങ്കിലും കരസ്മാറ്റിക്കിൽ പോകുന്നത് കൊണ്ട് ദർശനവും സ്വപ്നവും ഒക്കെ അവർ ഏറ്റെടുത്തതാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ആൻറ്റി പ്രാർത്ഥിച്ചു കൊള്ളാം. അങ്ങനെ അതിനുശേഷം ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ ആൻറ്റിയെ കാണുവാനിടയായി. അപ്പോൾ ആൻറ്റി പറഞ്ഞു, മോളെ അന്ന് അത് പ്രാർത്ഥിച്ചതുകൊണ്ട് വലിയ അനർത്ഥം ഒഴിവായി. കണ്ണിൽ കൊള്ളേണ്ടത് പിരികത്തെ കൊണ്ട് മാറിപ്പോയി. ചെറിയ പരിക്കുകളോടെ ആ കാർ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെടുവാനിടയായി. ദൈവത്തിൻ്റെ കരുതലോർത്ത് ദൈവത്തെ ആ സമയം സ്തുതിക്കുവാൻ ഇടയായി. ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ കരുതലാണ്. അനർത്ഥങ്ങൾ ഒഴിവാക്കുവാൻ ദൈവം സ്വപ്നങ്ങൾ കൂടെയും ദർശനങ്ങൾ കൂടെയും നമ്മെ സഹായിക്കുന്നതാണ്. വീണ്ടും അടുത്ത മാസം കണ്ട ഒരു സ്വപ്നം, എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ച അസോസിയേറ്റ് പാസ്റ്ററുടെ മകൾക്ക് ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന കാഴ്ചയും അത് തുടർന്ന് മരണകരമായ ഒരു അസുഖത്താൽ ഭാരപ്പെടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആ മകൾ മദ്രാസിൽ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുകയായിരുന്നു. ഈ വിവരം എങ്ങനെയാണ് ആൻറ്റിയോടൊക്കെ പറയുന്നത്. അവരൊക്കെ വളരെ പ്രാർത്ഥിക്കുന്നവരും വളരെ സുവിശേഷ വേല ചെയ്യുന്നവരുമാണ്. ആത്മീയ ശിശുവായ ഞാൻ എങ്ങനെയാണ് ഇത് പറയുന്നത് എന്ന് വിചാരിച്ച് ഞാനത് ഒതുക്കുവാൻ ശ്രമിച്ചു. എന്നാൽ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവരോട് പറയാതിരുന്ന സമയത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ കണ്ടത് എൻ്റെ മൂത്ത മകൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മോന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് സ്ട്രെച്ചറിൽ ICUവിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. അത് ഞാൻ രാവിലെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അറിയുന്ന ഒരു ഫ്രണ്ടിൻ്റെ മകൻ ബാംഗ്ലൂരിൽ ആ ആഴ്ച മരിച്ചിരുന്നു. ആ മകനെക്കുറിച്ചൊക്കെ കേട്ടതുകൊണ്ട് അത് മനസ്സിൽ കിടന്നതുകൊണ്ട് കണ്ടതായിരിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാനും വിചാരിച്ചു അങ്ങനെ ആയിരിക്കാം, നമ്മൾ എന്തെങ്കിലും കേട്ടത് ഉള്ളിൽ കിടന്നാൽ അത് സ്വപ്നമായിട്ട് കാണുന്നതായിരിക്കാമെന്ന് ഞാനും ചിന്തിച്ചു. അതങ്ങനെ മറന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ചർച്ചിൽ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണ്. ആ ചർച്ചിൽ ഒരു കത്രദാസൻ നാട്ടിൽ നിന്ന് വന്ന ഗസ്റ്റ് പാസ്റ്ററാണ്. അന്ന് പ്രസംഗമധ്യേ ഇടയ്ക്ക് വന്ന് എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറയുകയാണ്, ഏലി പുരോഹിതനുണ്ടായ നഷ്ടം ഉണ്ടാക്കാൻ ശത്രു ശ്രമിക്കുന്നുണ്ട്, ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ വിടുതൽ നിശ്ചയം എന്ന് പറഞ്ഞു. അപ്പോഴേ അതെനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ഏലി പുരോഹിതനുണ്ടായ നഷ്ടം പുത്രനഷ്ടമായിരുന്നു. ഞാൻ സ്വപ്നത്തിൽ കണ്ടതും അതുതന്നെയാണല്ലോ. അപ്പോൾ വീട്ടിൽ വന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു അത് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. അങ്ങനെ ഞാൻ ഉപവാസവും പ്രാർത്ഥനയും തുടങ്ങി. എന്നാൽ ഒരു ആഴ്ച പ്രാർത്ഥനയൊക്കെ ആയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്നോട് ചോദിച്ചു, നിൻ്റെ മകൻ്റെ വിഷയം നീ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ആ അസോസിയേറ്റ് പാസ്റ്ററുടെ മകളുടെ വിഷയം അറിയിച്ചത് നീ അവരെ അറിയിക്കാത്തത് എന്ത് എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ ദൈവമേ ഞാനത് അറിയിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷേ ഞാനൊരു ആത്മീയ ശിശു ആയിരിക്കുന്ന ഞാൻ എങ്ങനെയാണ് അവരെ അറിയിക്കുന്നത്, അതിനുള്ള ഒരു പ്രാപ്തി എനിക്കുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഇത് ഞാൻ അവരോട് അറിയിക്കേണ്ട വിഷയമാണെങ്കിൽ നീ എന്നോട് വചനത്തിൽ കൂടെ ഒന്ന് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് തുറന്ന് വായിച്ചത് എഹെസ്കേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഞാൻ ദുഷ്ടനോട് നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവൻ തൻ്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചുകൊണ്ട് ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. നീ അവരെ അറിയിച്ചിട്ട് അവരുടെ അകൃത്യം അവർ വിട്ടു പിന്മാറുന്നില്ല എങ്കിൽ അവരുടെ രക്തം അവരോട് തന്നെ ചോദിക്കും. ഇത് വായിച്ചതും ഞാൻ ഞെട്ടിപ്പോയി. ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനായി ദൈവം എഹെസ്കേൽ പ്രവാചകനെ നിയോഗിച്ച സമയത്ത് അവർക്ക് വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്ത വചനഭാഗമാണ് ഇവിടെ വായിച്ചത്. എന്നാൽ ഇത് എന്നോടും സംസാരിക്കുകയായിരുന്നു. ഒരു കുഞ്ഞിൻ്റെ മരണം സംഭവിക്കുമെന്ന് കണ്ടിട്ട് ഞാൻ അവരെ അറിയിക്കാതിരുന്നാൽ അത് നിമിത്തം ആ കുട്ടി മരിച്ചാൽ ആ കുട്ടിയുടെ രക്തം എന്നോട് ചോദിക്കും എന്ന് കേട്ടപ്പോൾ ഞാൻ ഭയന്നുപോയി. ഉടനെ തന്നെ ആൻറ്റിയെ ഫോണിൽ വിളിച്ചു കാര്യം പറഞ്ഞു. ആൻറ്റി പറഞ്ഞു, മോള് അടുത്ത മാസം വരാനിരിക്കുകയാണ്, പ്രാർത്ഥിച്ചോണേ എന്ന് പറയുകയുണ്ടായി. അങ്ങനെ അവരും പ്രാർത്ഥന ഏറ്റെടുത്തു, ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ മകൾ മലേറിയ പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്ന വാർത്ത കേട്ടു. എന്നാൽ മുന്നമേ ദൈവം അറിയിച്ചിരുന്നതിനാലും എല്ലാവരുടെയും പ്രാർത്ഥന ആ കുട്ടിയോടുകൂടെ ഉണ്ടായിരുന്നതിനാലും ആ കുട്ടി സൗഖ്യം പ്രാപിച്ചു. പിന്നീട് എക്സാം എഴുതി ബഹ്റിനിലേക്ക് വരുവാൻ ഇടയായി. ദൈവം തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് വരാൻ പോകുന്ന അപകടങ്ങളെ മുന്നമേ അറിയിക്കുന്നതും
പ്രാർത്ഥിച്ചാൽ വിഷയങ്ങളുടെ മേൽ വിടുതൽ ഉണ്ടാകുമെന്നുള്ളതും നിശ്ചയമായ കാര്യമാണ്. ഞാൻ എൻ്റെ മകന് വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 മാസം കടന്നുപോയി. ആഴ്ചയിൽ 1 ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന വേളയിൽ അമേരിക്കയിൽ നിന്ന് വന്ന ഒരു കത്രദാസൻ വീണ്ടും ഇതേ ദൂത് അറിയിച്ചു. ഏലി പുരോഹിതനുണ്ടായ നഷ്ടമുണ്ടാക്കാൻ ശത്രു ശ്രമിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ ആ പ്രാർത്ഥന ഉപവാസവും നിർത്തിയില്ല, വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഒരു 4 മാസത്തോളം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എല്ലാ ആഴ്ചയിലും 1 ഉപവസിച്ച് ആ വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 4-ാം മാസമായപ്പോൾ വീട്ടിൽ നടന്ന ഒരു പ്രാർത്ഥനയിൽ ഒരു ഗസ്റ്റ് പാസ്റ്റർ വന്നിരുന്നു. ആ പാസ്റ്റർ ഹസ്ബൻഡിൻ്റെ തലമേൽ കൈവച്ചിട്ട് പറയുകയാണ്, ഞാൻ 2 പ്രജയെ തന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു, 3-മതൊരു ഉറവയുടെ തന്ന് അനുഗ്രഹിക്കാൻ പോകുന്നു. ആ ഗസ്റ്റ് പാസ്റ്റർക്ക് അറിയില്ല ഞങ്ങളുടെ മക്കൾ എത്ര പേരുണ്ടെന്ന്. എന്നാൽ കറക്റ്റായിട്ട് 2 മക്കളെ തന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു, 3-മതൊരു ഉറവ കൂടെ തന്ന് അനുഗ്രഹിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്റർ-ഇൻ-ലോ പറഞ്ഞു, പെൺകൊച്ചിനെ ദാനമായിട്ട് ദൈവം തരാനായിരിക്കും, ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോളാം. ഞാൻ പറഞ്ഞു, ദൈവം തരുന്നെങ്കിൽ തരട്ടെ എന്ന് പറഞ്ഞത് അങ്ങനെ സംസാരം അവിടെ നിർത്തിയതാണ്. എന്നാൽ ആ മാസം തന്നെ വിവരം അറിയുകയുണ്ടായി. അടുത്ത 9 മാസം കഴിഞ്ഞപ്പോൾ ദൈവം ഒരു ദാനമായി ഒരു പെൺകുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു. ആ മകളുമായി 2 മാസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജായി വീട്ടിൽ വന്ന് 2 മാസം കഴിഞ്ഞ് ചർച്ചിൽ ആ കുട്ടിയെയും കൊണ്ട് ഇരിക്കുമ്പോൾ നാട്ടിൽ നിന്ന് വന്ന ഒരു കത്രദാസൻ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുന്നു, ശത്രു ഒന്നിനെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ വിടുതലും അതിൻ്റെ കൂടെ ഒരു അനുഗ്രഹവും കൂടെ തരും. അപ്പം ഞാൻ എൻ്റെ വിഷയം അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ശത്രു ഒന്നിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചതിനാൽ ആ വിഷയത്തിന്മേൽ വിടുതലും ഒരു അനുഗ്രഹവും കൂടെ ദൈവം തന്നു. ഒരു കുഞ്ഞിനെ കൂടെ ദൈവം ദാനമായി തന്നു. ആ കുഞ്ഞുമായി ആലയത്തിൽ വന്ന് ഇത് കേൾക്കുവാൻ ഇടയായപ്പോൾ ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിച്ചു. ദൈവം നമ്മളോട് സംസാരിച്ച് നമ്മളെ പിന്നെയും വഴി നടത്തുന്ന ആ ദൈവത്തിൻ്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശത്രു കണ്ട് ലജ്ജിക്കേണ്ടതിന് ശത്രുവിൻ്റെ മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം ദർശനങ്ങൾ കൂടെയും സ്വപ്നങ്ങളിൽ കൂടെയും നമ്മുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 121-ന്റെ 7-ാം വാക്യം പറയുന്നു, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഈ വചനം വിശ്വാസത്തോടെ നമുക്ക് ഏറ്റുപറയാം. മയങ്ങാതെയും ഉറങ്ങാതെയും നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന് സകല മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.